സജീഷ് ഇപ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ആനാട് ശശിയുടെ കാര്യം, ആ ആനാട് ശശിയുടെ പേരിൽ ഇന്നിപ്പോൾ അവിടെ അനുസ്മരണ സമ്മേളനം നടക്കുകയാണ്. CPM ആണ് അത് നടത്തുന്നത്. മലയാള മനോരമയുടെ പ്രാദേശിക ലേഖകൻ എന്നാണ് നമ്മൾ അറിയുന്നത്. അവിടെ ആ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതൊക്കെ വരുമ്പോൾ ചോദ്യം ഉയരുന്നത് ഇതാണ്, ഈ PK ഫിറോസൊക്കെ അന്ന് നടത്തിയ വലിയ സമ്മേളനങ്ങളും പ്രതിഷേധങ്ങളും വലിയ പ്രസ്താവനകളും ഒക്കെ ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത് CPIM? ഞാൻ പറഞ്ഞു വന്ന അതാണ്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച അവസാനത്തെ വിഷയം ഉൾപ്പെടെ മനോരമയുടെ മാധ്യമപ്രവർത്തകനാണ് എന്ന് മനോരമ പോലും പറയാൻ തയ്യാറാകുന്നില്ല. കോൺഗ്രസിൻ്റെ ഒരു സഹകരണ സംഘത്തിൽ തൻ്റെ പണം നഷ്ടപ്പെട്ടിട്ടാണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്ന സാഹചര്യം പറയുന്നില്ല. ഇവിടെ നടന്ന കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, ജീവൻ നഷ്ടപ്പെടലുകൾ ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഭാഗത്തു നിന്നാണ്. ഇതൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയാണ് കാണിക്കുന്നത് എന്നതുകൂടി കാണേണ്ടതുണ്ട്. താങ്കൾ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ഇവിടെ എന്തുകൊണ്ട് ഇവർക്കിത് കഴിയുന്നു? ഇവർ ഇപ്പോൾ PK ഫിറോസ് തന്നെ പറഞ്ഞത് കള്ളൻ കപ്പലിലാണ് എന്ന പ്രചരണമാണ് നടത്താൻ വേണ്ടി ശ്രമിച്ചത്. അവിടെയാണ് കള്ളൻ കപ്പലിലല്ല സ്വന്തം വീട്ടിലാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഇവർക്കെല്ലാം വലിയ പരിലാളനയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, രാഷ്ട്രീയ പ്രവർത്തനത്തെ തന്നെ തെറ്റായൊരു വഴിയിലേക്ക് ഈ നേതൃത്വം PK ഫിറോസും അപ്പുറത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള ആളുകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മാന്യമായി വസ്തുതാപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുകയും അത് ശരിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ശരിയായ രാഷ്ട്രീയ പ്രവർത്തനമല്ല ഈ കൂട്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാനും അതിന് റീൽസിലൂടെയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളിലൂടെയും എല്ലാം നവമാധ്യമങ്ങളിലൂടെയും എല്ലാം സ്വന്തം മ്യൂസിക് ഇട്ട് സ്വന്തം നടത്തവും സ്വന്തം ഇടപെടലുകളും എല്ലാം പ്രചരിപ്പിക്കുന്ന ഒരു പുതിയ രീതി. മാധ്യമങ്ങൾ ഇവർ ആഹ്വാനം ചെയ്യുന്ന കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. ഇവർക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവർ ഒരു ശരിയാണ് എന്ന് ധരിപ്പിക്കുന്ന രീതിയിൽ സമൂഹത്തിൽ ഇവർക്ക് അംഗീകാരം ലഭിക്കാൻ കഴിയുന്ന രീതിയിൽ വലതുപക്ഷ മാധ്യമങ്ങളാകെ ഇവർക്ക് വേണ്ടി ക്യാമറകൾ നിരത്തി കൊടുക്കുന്നു. ഇതെല്ലാമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യങ്ങൾ തിരിച്ചറിയണം. എത്ര കൊടും പാതകങ്ങളാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്ന്. അപ്പുറത്ത് ഒരു MLA ആണല്ലോ ലീഗിൻ്റെ ജയിലിൽ കിടക്കേണ്ടി വരുന്നത്, കമറുദ്ദീൻ MLA. ഫാഷൻ ഗോൾഡ് തട്ടിപ്പ്, എത്ര ജനങ്ങളുടെ സാധാരണക്കാരൻ്റെ കണ്ണീരാണ്. അവരുടെ മക്കളുടെ വിവാഹത്തിന് വേണ്ടി വെച്ച പണമല്ലേ തട്ടിയെടുത്തത്. ഇതൊക്കെ ലീഗിനല്ലാതെ കോൺഗ്രസിനല്ലാതെ UDFനല്ലാതെ ആർക്കാണ് ഈ രാജ്യത്ത് തന്നെ ചെയ്യാൻ വേണ്ടി കഴിയുക? ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിനല്ലാതെ. എന്നിട്ട് അവർക്ക് അനുകൂലമായ എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കുക. അവർ ചെയ്യുന്ന ഈ നെറുകേടുകൾ പുറം ലോകം അറിയാതിരിക്കാനുള്ള ഒരു കവചം ഒരുക്കി കൊടുക്കുക. ഇതല്ലേ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ചെയ്യുന്നത്? ഞാൻ വരാം. അതാണ് ചോദ്യം ആയി ഇപ്പോൾ ഉയരുന്നത്. സജീഷ് പറഞ്ഞ ആ രീതിയിലുള്ള ചർച്ച ഇവിടെ നടക്കുന്നില്ല എന്ന് മാത്രമല്ല, എന്നാൽ മറുവശത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ മറുവശത്തുണ്ടോ എന്ന് തന്നെയാണ് ഇപ്പോഴും അന്വേഷിച്ച് ചർച്ചകൾ നടക്കുന്നത് എന്നാണ്.